കേരളത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിൽ വീണ്ടും ഒരു സുവർണ അധ്യായം കുറിക്കപ്പെടുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിൽ കേരള പോലീസ് സേന ഇന്ന് പുത്തൻ ഊർജ്ജസ്വലതയിലാണ് മുന്നേറുന്നത്. പ്രായോഗികമായ ഭരണപാടവവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ഒത്തുചേരുമ്പോൾ അസാധാരണമായ വികസനങ്ങളാണ് സംഭവിക്കുന്നത്. ആ പരമ്പരയിലെ ഏറ്റവും പുതിയ കാൽവയ്പാണ് ലഹരി മാഫിയകളെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഭരണം എന്നത് വെറും കസേരയിലിരിക്കലല്ല, മറിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ധർമ്മമാണ്. മുൻകാലങ്ങളിൽ ഓപ്പറേഷൻ കുബേരയിലൂടെ കൊള്ളപ്പലിശക്കാരുടെ നടുവൊടിച്ചും പോലീസ് സ്റ്റേഷനുകളെ സാധാരണക്കാരന് ഭയമില്ലാതെ കയറാവുന്ന ഇടങ്ങളാക്കി മാറ്റിയും അദ്ദേഹം തെളിയിച്ചതാണ് തൻ്റെ ഭരണശൈലി. ആ തൻ്റെ ഇടവും അനുഭവ സമ്പത്തുമാണ് ഇന്ന് ആഭ്യന്തര വകുപ്പിന് കരുത്താകുന്നത്. കേരളത്തിലെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെതിരെ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ വെറുമൊരു പോലീസ് പരിശോധനയല്ല, അതൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. കേരളത്തിലേക്ക് ലഹരി എത്തുന്ന പ്രധാന വഴികളിലെല്ലാം ഇന്ന് പോലീസ് വല വിരിച്ചു കഴിഞ്ഞു. അയൽ സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനങ്ങളുമായി നടത്തിയ ഉന്നതതല ചർച്ചകൾ വഴി ലഹരിയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാൻ ഈ ദൗത്യത്തിന് സാധിക്കുന്നുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡ്രഗ് മാഫിയകളുടെ ഫോൺ കോളുകളും സാമ്പത്തിക ഇടപാടുകളും കർശനമായി നിരീക്ഷിക്കുന്നു. തൂഫാൻ ടീമുകൾക്ക് നൽകിയിരിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങൾ അന്വേഷണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുകയാണ്. പോലീസിന് മാത്രം ലഹരിയെ തടയാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ മന്ത്രി ഓരോ പ്രദേശത്തും ലഹരി വിരുദ്ധ സമിതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. നാട്ടുകാരുടെ കണ്ണും കാതും ഉപയോഗിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ തൂഫാൻ ആപ്പിലൂടെ അവസരമൊരുക്കിയത് വലിയൊരു മാറ്റമാണ്. രമേശ് ചെന്നിത്തലയുടെ കീഴിൽ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ വളരെ വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ കുറ്റകൃത്യങ്ങൾ നേരിടാൻ കേരള പോലീസിന്റെ സൈബർ വിഭാഗത്തെ അദ്ദേഹം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി. പീഡനങ്ങളും അനാവശ്യ ഇടപെടലുകളും കുറയ്ക്കാനും പരാതികൾക്ക് തത്സമയം പരിഹാരം കാണാനും ജനമൈത്രി പോലീസ് സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. പോലീസുകാർക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ആധുനിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള പ്രത്യേക പരിശീലനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പതിവാണ്. രമേശ് ചെന്നിത്തലയുടെ ഭരണശൈലിയിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്: ഭയമില്ലാത്ത കേരളം. ഓപ്പറേഷൻ തൂഫാൻ കേവലം തുടക്കം മാത്രമാണ്. പോലീസ് സേനയിൽ അദ്ദേഹം കൊണ്ടുവന്ന അച്ചടക്കവും ആധുനികവൽക്കരണവും കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനമുള്ള സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കും മാഫിയകൾക്കുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന രമേശ് ചെന്നിത്തല കേരളത്തിന്റെ സുരക്ഷാ സാരഥിയായി മുന്നേറുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ സമാധാനപരമായ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പാണ്. തൂഫാൻ വരും ദിവസങ്ങളിൽ ലഹരി മാഫിയയെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.